KSEBയുടെ ഗുരുതര അനാസ്ഥയിൽ മലപ്പുറത്ത് ഗൃഹനാഥന്റെ ജീവൻ പൊലിഞ്ഞു. കൊണ്ടോട്ടി നീറാട് സ്വദേശി മുഹമ്മദ് ഷായാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു മരിച്ചത്. 3 തവണ വൈദ്യുതി വകുപ്പിനെ വൈദ്യുതി കമ്പി പൊട്ടിയത് അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലും KSEBയുടെ ഗുരുതര അനാസ്ഥ. ഇന്നലെ രാത്രിയാണ് നീറാട് സ്വദേശി മുഹമ്മദ് ഷായുടെ പറമ്പിലൂടെ പോകുന്ന വൈദ്യുത കമ്പി പൊട്ടി വീണത്. ഇന്ന് 12:30 പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ മുഹമ്മദ് ഷായ്ക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. രാത്രി വൈകിയും ഇന്ന് രാവിലെ 2 തവണയും KSEB മുണ്ടക്കുളം സെക്ഷനിൽ വിവരം അറിയിച്ചെങ്കിലും വൈദ്യുതി ഓഫ് ചെയ്യാൻ പോലും തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ 8 മണിക്കും 8:45 മോനും വിളിച്ച് 10:30 മോനും വിളിച്ച് 3 ആൾ വിളിച്ച് പറഞ്ഞിരിക്കണം. ഒരു 12 മണിക്ക് വരും എന്നാണല്ലോ പറഞ്ഞത്. 12 മണിയായിട്ടും വന്നിട്ടില്ല. 12:45 സംഭവം നടന്നത്. സമയമൊക്കെ ഞാൻ ശരിക്കും നോക്കിക്കണി. കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരും. ഞങ്ങൾ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു 2 മണി 2:30 മണിൻ്റെ ശേഷം ഇവരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എഞ്ചിനീയറും ഇവരൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഇപ്പോൾ അവിടെ നീറാട് അവിടെ ഇതിൻ്റെ അടുത്ത ആളുകൾ ഇടപെടലുണ്ടെന്ന്. ഇപ്പോൾ ഒരു കമ്പി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ കെട്ടാൻ സമ്മതിച്ചിട്ടില്ല നാട്ടുകാർ. അവിടെ വന്ന് എല്ലാവരും ചെയ്യുന്ന ഫോട്ടോയും കാര്യം എടുത്തതിൻ്റെ ശേഷം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാണെന്ന് പറഞ്ഞു. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. KSEBയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാളെ മുണ്ടക്കുളം സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തും. 24 മലപ്പുറം.